ജൈനമ്മ തിരോധാന കേസിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. പ്രതി സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി അന്വേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കൊലപാതകം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരുന്നോ എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇന്നലെ സെബാസ്റ്റ്യനുമായി ചേർത്തലയിലെ ഗൃഹോപകരണ സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തിയതും ഇതിന്റെ ഭാഗമായാണ്. 2012 ശേഷം സെബാസ്റ്റ്യൻ ബാങ്കിംഗ് ഇടപാടുകൾ നടത്താത്തതിൽ വലിയ ദുരൂഹതയും ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നു. അധികം അനുവദിച്ച 6 ദിവസത്തെ കസ്റ്റഡിയിൽ പരമാവധി വിവരങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് തന്നെ തേടുകയാണ് ക്രൈംബ്രാഞ്ച്. ആദ്യ കസ്റ്റഡി കാലാവധിയിൽ ഒന്നും മിണ്ടാതിരുന്ന സെബാസ്റ്റ്യൻ ഒടുക്കം വഴങ്ങുകയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടങ്ങി. കുറ്റകൃത്യത്തിന് പിന്നിൽ സാമ്പത്തിക നേട്ടമാണോ എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. 2012 ശേഷം ബാങ്ക് അക്കൗണ്ടുകൾ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടില്ല. ബിന്ദു തിരോധാനത്തിന്റെ സംശയം ആദ്യം പുറത്തായ വ്യാജരേഖ കേസിൽ പ്രതിയായതിനു പിന്നാലെയായിരുന്നു ഇത്. ആവശ്യങ്ങൾക്കായി പണം കയ്യിൽ കൊണ്ടു നടക്കുകയാണ് സെബാസ്റ്റ്യൻ ചെയ്തിരുന്നതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ചേർത്തലയിലെ ഗൃഹോപകരണ സ്ഥാപനത്തിൽ നിന്നും ഫ്രിഡ്ജ് വാങ്ങിയതും ഇങ്ങനെയാണ്. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച പണം കൊണ്ട് ഫ്രിഡ്ജ് വാങ്ങിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പണം ചെലവാക്കിയ മറ്റിടങ്ങളെക്കുറിച്ചും ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും തെളിവെടുപ്പുണ്ടായേക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ ഇതിന്റെ ഭാഗമായി അന്വേഷണ സംഘം എടുക്കുന്നുണ്ട്. സാമ്പത്തിക വഴി തേടി അതുവഴി തിരോധാന കേസുകളിൽ കണക്ഷൻ ഉണ്ടാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അതേസമയം DNA പരിശോധനാ ഫലം വൈകുന്നത് അന്വേഷണത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുൻപ് DNA പരിശോധനാ ഫലം വരുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ജൈനമ്മ കൊലപാതക കേസിൽ അനുബന്ധ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നും വിവരമുണ്ട്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.